ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫേവറേറ്റ് തിങ്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞ വിഷയം എക്സ്പെക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂട്ടി ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. അപ്പം ആസ് യൂഷ്വൽ എവറി സാറ്റർഡേ ഓർ സൺഡേ ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് എന്താ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്, പുറത്ത് പോകുന്നതുകൊണ്ടെന്നൊക്കെ ചോദിക്കും. ബിക്കോസ് ഐ ആം എ പേഴ്സൺ, ഞാൻ കൂടുതൽ പുറത്ത് ഇങ്ങനെ പോകാറില്ല. ബിക്കോസ് ഐ ഹാവ് എ വെരി സ്മോൾ ഫ്രണ്ട് സർക്കിൾ. പക്ഷേ ചേച്ചി അങ്ങനെയല്ല, ഷീ എക്സ്പ്ലോർസ് എ ലോട്ട്. എല്ലാ സ്ഥലത്തും പോയി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കും. അപ്പം ഞാനിങ്ങനെ സാറ്റർഡേ സൺഡേ വിളിച്ചിട്ട് എവിടെയെങ്കിലും പോകാമെന്നിങ്ങനെ പറയുമ്പം ശരി നമുക്ക് ഈ പ്ലേസിൽ പോകാമെന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്ന ചേച്ചിയാണ്. ആൻഡ് ദാറ്റ്സ് ഹൗ വി എൻഡഡ് അപ്പ് ഇൻ ദിസ് കാഫേ ദാറ്റ്സ് കോൾഡ് ആസ് ഗ്ലെൻസ് കാഫേ. അപ്പോൾ ഇവിടെ പോയപ്പം ഇതൊരു നല്ല ആംബിയൻസ് ആയിരുന്നു, ഒരു നല്ല പ്ലേസ് ആയിരുന്നു. ഇത് അത്ര ക്രൗഡഡ് അല്ലെങ്കിലും ബട്ട് ആവശ്യത്തിന് ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയപ്പം കൂടുതൽ കപ്പ് കേക്ക്സ് ആൻഡ് ടാർട്ട് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ചെയ്ത് കൊടുത്തത് ഇത് ടാർട്ടാണ്, നിഷ് കേക്കാണ്. എനിക്ക് പണ്ടുകൊണ്ട് സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ഹേസൽനട്ട്. എനിത്തിങ് കേക്ക് എൻ്റെ ഫേവറേറ്റ്. അത് ഇത് ഞാനിവിടെ ഒരു ബ്ലൂബെറി ടാർട്ടാണ് മേടിച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കപ്പ് കേക്കും ടാർട്ടും കഴിച്ചിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. എന്നിട്ടും എൻ്റെ വിശപ്പ് മാറിയില്ല. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ച് ശരി ഒരു മാർഗരീറ്റാം കൂടെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പം ഈ സ്ഥലം ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തത് കണ്ടില്ലേ. അപ്പം ഞങ്ങളിങ്ങനെ എൻട്രൻസ് ഞങ്ങൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പം തന്നെ ഞങ്ങളൊരു സ്പോട്ട് കണ്ടായിരുന്നു. പക്ഷെ അവിടെ ഓൾറെഡി ഓക്യുപ്പൈ ആയ ഒരു കപ്പിൾ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അവർ പോട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്ന ആൾ. അപ്പോൾ അവരും പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉടനെ അവിടെ നിന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ സ്ഥലത്തോട്ട് ഷിഫ്റ്റായി. ബിക്കോസ് ഈ ഒരു സ്പോട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വിൻഡോസിൻ്റെ അപ്പുറത്ത് തന്നെ ആയിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തെ വ്യൂ നോക്കിക്കൊണ്ട് റോഡ് സൈഡിൽ പോകുന്ന വണ്ടികളും പോകുന്നതെല്ലാം നോക്കിക്കൊണ്ട് ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞുകൊണ്ട് വി വർ ജസ്റ്റ് ഹാവിങ് ഫൺ ചിറ്റ് ചാറ്റ് ചെയ്ത് ഞങ്ങളുടെ ഓഫീസിലെ കാര്യം സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങളുടെ മാർഗരീറ്റ പിസ്സ വന്നു. ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ തിൻ ക്രസ്റ്റുള്ള ഒരു മാർഗരീറ്റ പിസ്സ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നപ്പം ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് സോ ഫ്ലാറ്റ്. ഇത്രയും ഫ്ലാറ്റ് ആയിട്ടുള്ള പിസ്സ ഞങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇത്ര ഫ്ലാറ്റ് ആണെങ്കിൽ പോലും ഞങ്ങളതിൽ ഒരു 3 to 4 സെഗ്മെൻറ്റ് കഴിച്ചപ്പോൾ അതിൽ പാതി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് വയർ നിറഞ്ഞു. അപ്പം ബാക്കി പാതി അവിടെ വെച്ചിട്ട് അവരോട് പറഞ്ഞ് പാർസൽ തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പുറത്തെ വ്യൂ ഒക്കെ നോക്കിക്കൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. രാവിലത്തെ കാറ്റും മഴയും കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു നല്ല തണുപ്പാന്ന് വിചാരിച്ച് സ്വെറ്റർ എടുത്തിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പം നല്ല വെയിലും വരാൻ തുടങ്ങി. എന്നിട്ട് ഇവിടുത്തെ AC-യുടെ ആയാലും ഫാനിൻ്റെ കാറ്റും എനിക്ക് ഒന്നും ആകുന്നില്ലായിരുന്നു. എനിക്ക് കൈ കിട്ടുന്നത് കൊണ്ട് ഞാൻ വീശിക്കൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡേ ഇന്ന് വൈൻഡപ്പ് ചെയ്തു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് ഒരു പ്ലാൻസും ഇല്ലായിരുന്നു. അതായത് കുറേ ജങ്ക് ഫുഡ് കഴിച്ചതല്ലേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിഷയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വി സ്റ്റാർട്ടഡ് ഹെഡിങ് ഔട്ട് ടു ദ പാർക്ക്.
ഇങ്ങനെ നടക്കണം. അങ്ങനെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിഷയുടെ പുറം ഒളുക്കി. എന്നിട്ട് ഞങ്ങൾ ഫൈനലി ഡിസൈഡ് ചെയ്ത് ശരി വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ വീട്ടിൽ വൈകിട്ട് ഒരു 7-7:30 ആയപ്പോൾ എത്തി. ആൻഡ് ദ ഫൺ പാർട്ട് ഈസ് എനിക്കിപ്പോൾ ആക്ച്വലി തീരെ വയ്യ. വീട്ടിൽ വന്ന് ഒരു 10:30-11 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വോമിറ്റ് ചെയ്ത് ഭയങ്കര സർക്കസ് ആയിരുന്നു ഇവിടെ. ഇന്നലെ ആക്ച്വലി ഞാൻ ഒരു 11:30 ആയപ്പോഴായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ പിന്നെ ഒരു 1:32 ഒക്കെ ആയപ്പോഴായിരുന്നു ഞങ്ങൾ ഈ ജങ്ക് ഫുഡ് കഴിച്ചത്. യൂഷ്വലി ഒരു ഹോൾ മീൽ കഴിഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് അധികം ഇങ്ങനെ എഫക്റ്റ് ഒന്നും ആകാറില്ല. അപ്പോൾ ഇന്നലെ ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ട് കഴിച്ച് പിന്നെ ഡയറക്റ്റായിട്ട് പോയിട്ട് ഈ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ആൻഡ് മോർ ഓവർ വെതർ വരെ ഭയങ്കര തണുപ്പും മഴയായിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുഡൊന്നും ഡൈജസ്റ്റ് ആയില്ല. അപ്പം സോ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളിപ്പം പുറത്ത് പോവുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് എനിത്തിങ് ദറ്റ് യു വാണ്ട്, ബട്ട് അതിനേക്കാളും മുമ്പ് ജസ്റ്റ് എൻഷുർ നിങ്ങളൊരു ഹോൾ മീൽ കഴിച്ചിട്ട് വേണം കഴിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂട്ടി ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.